ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മൾ ബോട്ടണിയിൽ കുറച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഡൗട്ട്സ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ചേർത്താണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്, ഫസ്റ്റ് നമുക്ക് ഒൺ വേർഡിന് കുറച്ച് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം. ഞാൻ ബോട്ടണിയുടെ ഡീറ്റെയിൽഡ് എസ്സേസ് ഒന്നും എടുക്കുന്നില്ല, കാരണം എസ്സേസിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടണിയുടെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ബോട്ടണിയിൽ നമുക്ക് 1 മാർക്ക് 2 മാർക്കിലൊക്കെ പ്രതീക്ഷിക്കാവുന്നത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അത് നമുക്ക് ടെക്സ്റ്റിൻ്റെ പല പോർഷൻസിലായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ആവുന്നതിന് മുമ്പത്തെ ഒരു ദിവസത്തെ ആയിട്ട് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ടൈലോസിസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ടൈലോസിസ് എന്ന് പറയുമ്പോൾ in many plants the wall of the xylem vessels produce a balloon-like outgrowth into the lumen of the vessels. These balloon-like positrons are seen in the lumen of vessels are called tylosis. അതായത് ധാരാളം ചെടികളിൽ നമ്മുടെ സൈലം വെസൽസിൽ ഒരു ബലൂൺ ലൈക്ക് ഔട്ട് ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വെസൽസിൻ്റെ ലൂമണിലേക്ക് ഒരു ബലൂൺ ലൈക്ക് ഔട്ട് ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ ബലൂൺ ലൈക്ക് ഔട്ട് ഗ്രോത്ത് സൈലം വെസൽസിൻ്റെ ലൂമണിൽ കാണപ്പെടുന്ന ഈ ബലൂൺ ലൈക്ക് ഔട്ട് ഗ്രോത്തിനെയാണ് ടൈലോസിസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഈ ടൈലോസിസ് എന്ന് പറയുന്നത് ഒരു ബലൂൺ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ആണ്. ഇത് കാണപ്പെടുന്നത് ലൂമൻ ഓഫ് ദ സൈലം വെസൽസ് ആണ്. അതാണ് ടൈലോസിസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുള്ളിഫോം സെൽസിനെ മോട്ടോർ സെൽസ് എന്നാണ് അറിയപ്പെടുന്നത്. ബുള്ളിഫോം സെൽസ് ഈസ് അതർവൈസ് നോൺ ആസ് മോട്ടോർ സെൽസ്. ഇവയെന്ന് പറയുമ്പോൾ ലാർജ് സെൽസ് ആണ്. യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ ദി ലോഞ്ചിറ്റ്യൂഡിനൽ റോ ഓഫ് എപ്പിഡെർമിസ് ഓഫ് ദ റോളിംഗ് ലീവ്സ് ഓഫ് ഗ്രാസ് ആൻഡ് അതർ മോണോകോട്ട്സ്. അതായത് ഇവ എപ്പിഡെർമിസിന് ലോഞ്ചിറ്റ്യൂഡായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവ നമ്മുടെ ലീഫൊക്കെ ചുരുണ്ടിരിക്കത്തില്ലേ മോണോകോട്ടിൽ, അതായത് ഗ്രാസസ് പോലുള്ള മോണോകോട്ട്സിൽ റോളിംഗ് ലീവ്സിലാണ് ഈ ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നത്. ഇനി ബുള്ളിഫോം സെൽസിൻ്റെ കുറച്ച് പ്രത്യേകത നോക്കുകയാണെങ്കിൽ അവ കളർലെസ് ആണ്, തിൻ വാൾഡ് ആണ്, ലാർജ് വാക്യൂൾസ് കാണപ്പെടുന്നുണ്ട്. മോണോകോട്ട്സിൻ്റെ അപ്പർ എപ്പിഡെർമിസിലൊക്കെ ഈ ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ടപ്പീറ്റം എന്താണെന്ന് അറിയണം. അപ്പം ടപ്പീറ്റം വരുന്നത് ആന്തർവാളിലാണ്. ആന്തർവാളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ടപ്പീറ്റം എന്ന് പറയുന്നത് ആന്തർവാളിൻ്റെ ഇന്നർമോസ്റ്റ് ലെയറാണ്. ആന്തർവാളിലെ ഓരോ ലെയേഴ്സും പഠിച്ചു വെച്ചേക്കുക. അതിൽ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടപ്പീറ്റം. ചിലപ്പോൾ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ 4 മാർക്കായിട്ടും ചോദിക്കും. അപ്പോൾ ടപ്പീറ്റം എന്ന് പറയുന്നത് ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ആന്തർവാളാണ്. ഇത് സ്പോറോജീനിയസ് ടിഷ്യൂസിന് എറൗണ്ടായിട്ട് സിംഗിൾ ലെയർ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇറ്റ് എക്സിസ്റ്റ് ആസ് എ സിംഗിൾ ലെയർ എറൗണ്ട് ദി സ്പോറോജീനിയസ് ടിഷ്യൂസ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ന്യൂട്രീഷ്യസ് ഇൻ പർപ്പസാണ്. അതായത് അറിയാമല്ലോ, നമുക്ക് ഡെവലപ്പിംഗ് സ്പേംസിനൊക്കെ ന്യൂട്രീഷ്യസ് നൽകുന്നതാണ് നമ്മുടെ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അത് മറന്നു പോവാതെ ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് എന്താണ് ആനുവൽ റിംഗ് എന്നാണ് നോക്കാനുള്ളത്. ആനുവൽ റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രോയിങ് ട്രീസിൽ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും ഒരു കോൺസെൻട്രിക് റിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന് ഗ്രോത്ത് റിംഗ്സ് എന്നറിയപ്പെടുന്നു. അപ്പം ഇൻ ഗ്രോയിങ് ട്രീസ് സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ് അപ്പിയർ ഇൻ ദ ഫോം ഓഫ് എ കോൺസെൻട്രിക് റിംഗ് ആൻഡ് ഈസ് കോൾഡ് ഗ്രോത്ത് റിംഗ്. ഗ്രോത്ത് റിംഗ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഇത് എഴുതി വെക്കണം. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്. അപ്പം ഇത്തരത്തിൽ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും സർക്കിളായിട്ട് ഇങ്ങനെ ഒരു ഇയറിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ആനുവൽ റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു മരമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, കുറേ സർക്കിൾ വളയങ്ങളായിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കാതൽ എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അകത്ത് ഇങ്ങനെ വളയങ്ങൾ കാണും. അതാണ് ആനുവൽ റിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെൻഡ്രക്കോളജി എന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മൾ ഈ ആനുവൽ റിങ്ങിന് മുമ്പുള്ള ആ ഗ്രോത്ത് റിംഗ് എണ്ണുന്നതിലൂടെ നമുക്ക് ട്രീസിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് ഡെൻഡ്രക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻഡ്രക്കോളജി എന്താണെന്ന് ചോദിച്ചാൽ ആ പേര് കണ്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. ഏജ് ഡിറ്റർമിനേഷൻ ഓഫ് ട്രീസ് ബൈ കൗണ്ടിങ് ദെയർ ഗ്രോത്ത് റിംഗ്സ്. ഗ്രോത്ത് റിംഗ്സ് കൗണ്ട് ചെയ്യുന്നതിലൂടെ ട്രീസിൻ്റെയൊക്കെ ഏജ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് ഡെൻഡ്രക്കോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് പോളി എംബ്രിയോണി എന്ന് ചോദിക്കാം. അപ്പോൾ പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി എംബ്രിയോണി ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ ഓവ്യൂൾ.
ഒരു ഓവ്യൂളിൽ മോർ ദാൻ 1 എംബ്രിയോ ഫോം ചെയ്യുന്നു എങ്കിൽ അതാണ് പോളി എംബ്രിയോ. ഇതിനെ വേറൊരു രീതിയിലും പറയാം. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് 2 or more എംബ്രിയോസ് ഇൻ സീഡ്. സീഡിലുണ്ടാകുന്ന 2 അതിൽ കൂടുതലോ എംബ്രിയോസിനെയും പോളി എംബ്രിയോണി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. അല്ലാതെ 2 പോയിൻറ്റ്സ് എഴുതാൻ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ചാൽ നിങ്ങൾ ആ പോയിൻറ്റ്സ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ പോളി എംബ്രിയോണിക്ക് 2 ഡെഫിനിഷനുണ്ട്. പോളി എംബ്രിയോണി ഈസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ ഓവ്യൂൾ. ഓവ്യൂളിൽ ഫോം ചെയ്യുന്ന ഒന്നിലധികം എംബ്രിയോ, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫോർമേഷൻ ഓഫ് 2 or more എംബ്രിയോ ഇൻ എ സീഡ്. സീഡിൽ ഫോം ചെയ്യുന്ന ഒന്നിലധികം എംബ്രിയോസിനെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? പോളി എംബ്രിയോണി എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് പിറ്റ്സ് എന്നാണ്. പിറ്റ്സ് എന്ന് പറയുന്നത് സർട്ടൺ ഡിപ്രഷൻസ് അല്ലെങ്കിൽ ക്യാവിറ്റീസ് ആണ്. സെക്കൻഡറി വാളിൽ കാണപ്പെടുന്ന സർട്ടൺ ഡിപ്രഷൻ അല്ലെങ്കിൽ ക്യാവിറ്റിയാണ് പിറ്റ്സ് എന്ന് പറയുന്നത്. ഇത് 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ എഴുതാവുള്ളൂ. അല്ലാണ്ട് കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പിറ്റ് മെംബ്രെയിൻ അല്ലെങ്കിൽ ക്ലോസിംഗ് മെംബ്രെയിൻ, പിറ്റ് അപ്പേർച്ചർ എന്താണ്, പിറ്റ് ക്യാവിറ്റി എന്താണെന്ന് നോക്കണം. ഞാൻ ഇതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെടുത്ത് വെച്ച് നോക്കുക. പിറ്റ് മെംബ്രെയിന്, പിറ്റ് മെംബ്രെയിൻ ഓർ ക്ലോസിംഗ് മെംബ്രെയിൻ, പിറ്റ് അപ്പേർച്ചർ, പിറ്റ് ക്യാവിറ്റി 4 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിറ്റിനെ പറ്റി ഇത്രയും നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. പിന്നെ പിറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, സിമ്പിൾ പിറ്റ്സ്, ബോർഡേഡ് പിറ്റ്സ്. പിറ്റ്സ് വരുമ്പോൾ നമ്മൾ പ്ലാസ്മോഡെസ്മാറ്റ കൂടി ഓർത്ത് വെച്ചേക്കുക. പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുമ്പോൾ സൈറ്റോപ്ലാസ്മിക് ത്രെഡ്സ് ആണ്. എങ്ങനെ അഡ്ജസൻറ്റ് സെൽസിലെ പ്രോട്ടോപ്ലാസ്റ്റിനെ കണക്ട് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് ത്രെഡ്സ് ആണ് നമ്മുടെ പ്ലാസ്മോഡെസ്മാറ്റ എന്ന് പറയുന്നത്. അത് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് 4 മാർക്കിനൊക്കെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ 4 മാർക്ക്, അല്ലാതെ ഓരോ ടോപ്പിക്കായിട്ട് ചോദിക്കുകയാണെങ്കിൽ 1 or 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റൊമാറ്റൽ സെൽസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്സിഡിയറി സെൽസിൻ്റെ ബേസിലാണ് നമ്മുടെ സ്റ്റൊമാറ്റൽ സെൽസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനോമോസൈറ്റിക്, അനൈസോസൈറ്റിക്, പാരസൈറ്റിക് ആൻഡ് ഡയാസൈറ്റിക്. അപ്പോൾ ആ പേര് ഓർത്ത് വെച്ചേക്കുക. അനോമോസൈറ്റിക് ഉണ്ട്, അനൈസോസൈറ്റിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ഡയാസൈറ്റിക് ഉണ്ട്. നമുക്കിതിൽ ഓരോന്നും നോക്കാം. അനോമോസൈറ്റിക്കിനെ ഇറഗുലർ സെൽഡ് സ്റ്റൊമാറ്റ എന്നും പറയുന്നുണ്ട്. ഇറഗുലർ സെൽഡ് സ്റ്റൊമാറ്റ, അതാണ് അനോമോസൈറ്റിക്കിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അനോമോസൈറ്റിക് എടുത്തു നോക്കുകയാണെങ്കിൽ സബ്സിഡറി സെൽസ് ആർ ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ഫ്രം ദ ഒതർ എപ്പിഡെർമൽ സെൽസ്. അതായത് മറ്റ് എപ്പിഡെർമൽ സെൽസിൽ നിന്ന് സബ്സിഡറി സെൽസ് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ്. നമുക്കൊന്ന് ഡിസ്റ്റിങ് ചെയ്തെടുക്കാൻ കഴിയത്തില്ല. അതിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. മെമ്പേഴ്സ് ഓഫ് പപ്പരവേസിയെ, കുക്കർബിറ്റാസിയെ, മാൽവരാസിയെ. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള പേര് കുറേ പേരുകൾ അതിൽ തന്നിട്ടുണ്ട്. റെനങ്കുലാസിയ ഉണ്ട്, അതുപോലെ തന്നെ പപ്പരാവേസിയ ഉണ്ട്, കുക്കർബിറ്റാസിയ ഉണ്ട്, മാൽവേസിയ ഉണ്ട്. അതിൽ ഏറ്റവും എളുപ്പമുള്ള പേരുകൾ നോക്കി പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അനോമോസൈറ്റിക്ക് ഇറഗുലർ സെൽഡ് സ്റ്റൊമാറ്റയാണ്. അവിടെ സബ്സിഡിയറി സെൽസ് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ്. എക്സാമ്പിൾ റെനങ്കുലാസിയെ, പപ്പരാവേസിയെ, കുക്കർബിറ്റാസിയെ ഓർത്ത് വെച്ചേക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറയുമ്പോൾ അനൈസോസൈറ്റിക്കാണ്. അനൈസോസൈറ്റിക്കിനെ അനീക്വൽ സെൽഡ് സ്റ്റൊമാറ്റ എന്ന് പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു പോകരുത്. അപ്പോൾ അനൈസോസൈറ്റിക്കിനെയാണ് അനീക്വൽ സെൽഡ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ഇൻ ദിസ് ടൈപ്പ് there are 3 subsidiary cells which one is small and the other 2 relatively larger. ഇവിടെ എന്ന് പറയുമ്പോൾ 3 സബ്സിഡറി സെൽസ് കാണും. ഒരെണ്ണം ചെറുതും ബാക്കിയുള്ള 2 എണ്ണം ലാർജറും ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആംഫിലേഫെറിയെ എന്ന് പറയുന്ന ഫാമിലിയാണ് ഇതിൽ എക്സാമ്പിൾ. സൊളനേസിയെ, മെമ്പേഴ്സ് ഓഫ് സൊളനേസിയൊക്കെ നമ്മുടെ അനൈസോസൈറ്റിക്കിന് എക്സാമ്പിളാണ്. സൊളനേസിയൊക്കെ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ 3 സബ്സിഡറി സെൽസ് ഉണ്ട്. ഒന്ന് ചെറുത്, ബാക്കി 2 എണ്ണം റിലേറ്റീവ്ലി ലാർജറാണ്. അനൈസോസൈറ്റിക് അല്ലെങ്കിൽ അൺഈക്വൽ സ്റ്റൊമാറ്റ എന്ന് പറയും. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് പാരസൈറ്റിക് സ്റ്റൊമാറ്റയാണ്. ഇതിൻ്റെ വേറൊരു പേരാണ് പാരലൽ സെൽഡ് സ്റ്റൊമാറ്റ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട്. പാരസൈറ്റിക് ഓർ പാരലൽ സെൽഡ് സ്റ്റൊമാറ്റ. ഇവിടെ എന്ന് പറയുമ്പോൾ ഈച്ച് സ്റ്റൊമാറ്റ ഈസ് ഫ്ലാങ്ക്ഡ് ഓൺ എയ്തർ സൈഡ് ബൈ 1 or more സബ്സിഡറി സെൽസ്. ഇവിടെ എന്ന് പറയുമ്പോൾ സ്റ്റൊമാറ്റയുടെ എയ്തർ സൈഡ്സിലായിട്ട് 1 അതിൽ കൂടുതലോ സബ്സിഡറി സെൽസ് കാണും. വിച്ച് ലൈ പാരലൽ ടു ദ ലോങ് ആക്സിസ് ഓഫ് ദ പോർ ആൻഡ് ഗോഡ് സെൽസ്. ഇവ ഗോഡ് സെൽസിനും പോറിനും പാരലായിട്ട് ലോങ് ആക്സിസിലായിരിക്കും ലൈ ചെയ്യുന്നത്. അത് ഓർത്ത് വെച്ചേക്കുക. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മാഗ്നോളിയേസിയെ, മെമ്പേഴ്സ് ഓഫ് മാഗ്നോളിയേസിയെ, അതുപോലെ തന്നെ മിമോസേസിയെ എക്സെട്ര. ഇവരൊക്കെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ നിങ്ങൾ വിട്ടുപോയാലും ഡെഫിനിഷൻ കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് 4th വൺ എന്ന് പറയുമ്പോൾ ഡയാസൈറ്റിക്കാണ്.
ഇവയെ ക്രോസ് സെൽഡ് സ്റ്റൊമാറ്റ എന്നും അറിയപ്പെടുന്നുണ്ട്. ഡയാസൈറ്റിക് അല്ലെങ്കിൽ ക്രോസ് സെൽഡ് സ്റ്റൊമാറ്റ. ഇവിടെ എന്ന് പറയുമ്പോൾ ഈച്ച് സ്റ്റൊമാറ്റ ഈസ് എൻക്ലോസ്ഡ് ബൈ എ പെയർ ഓഫ് സബ്സിഡറി സെൽസ് whose common wall is at right angles to the long axis of ഗോഡ് സെൽസ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു പെയർ ഓഫ് സബ്സിഡറി സെൽസ് ആയിരിക്കും എൻക്ലോസ് ചെയ്ത് കാണപ്പെടുന്നത്. ഇവയ്ക്കൊരു കോമൺ വാള് ആണ്. ഈ കോമൺ വാള് ഗോഡ് സെൽസിൻ്റെ ലോങ് ആക്സിസിനെ റൈറ്റ് ആംഗിൾ ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മെമ്പേഴ്സ് ഓഫ് ലിബേറ്റി എന്ന് പറയുന്ന ഫാമിലി മെമ്പേഴ്സിനൊക്കെ എക്സാമ്പിളാണ് ഡയാസൈറ്റിക്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സ്റ്റൊമാറ്റ പഠിച്ചു കഴിഞ്ഞു. 4 ടൈപ്പാണ്. വളരെ സിമ്പിളാണ്. ഇത്ര കുഞ്ഞു കാര്യങ്ങൾ എഴുതുമ്പോൾ 4 മാർക്ക് കിട്ടും. ചിലപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കും. അപ്പോൾ പേരുകൾ ഓർത്ത് വയ്ക്കണം. അനോമോസൈറ്റിക്, അനൈസോസൈറ്റിക്, പാരസൈറ്റിക് ആൻഡ് ഡയാസൈറ്റിക്. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ ഇത് സിമ്പിളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷൂട്ട് അപ്പെക്സിൻ്റെ തിയറീസാണ്. ഇതിൽ ഓരോ തിയറീസും 4 മാർക്കിന് ചോദിക്കാം. ചിലപ്പം മൊത്തത്തിലായിരിക്കാം 4 മാർക്കിന് ചോദിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. 3 തിയറീസാണ് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ എപ്പിക്കൽ സെൽ തിയറി, ഹിസ്റ്റോജൻ തിയറി, അതുപോലെ തന്നെ ട്യൂണിക്ക കോർപ്പസ് തിയറി. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ എപ്പിക്കൽ സെൽ തിയറി. എപ്പിക്കൽ സെൽ തിയറി എന്ന് പറയുന്നത് പുട്ട് ഫോർവേഡ് ചെയ്യുന്നത് നഗേലിയാണ്. ഇൻ 1845 നഗേലിയാണ് എപ്പിക്കൽ തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, പ്രൈമറി ടിഷ്യൂസ് ഇൻ പ്ലാന്റ്സ് ആർ ഡെവലപ്ഡ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഫ്രം സിംഗിൾ സോൾട്ടറി എപ്പിക്കൽ സെൽസ്. ഈ തിയറി വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ടിഷ്യൂസ്, പ്ലാന്റ്സിലെ പ്രൈമറി ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ഒരു സിംഗിൾ സോളിറ്ററി ആയിട്ടുള്ള എപ്പിക്കൽ സെൽ വഴിയാണ് എന്ന് പറയുന്നു. ഇനി ഈ കേസസ് ആൽഗേസിൽ ട്രൂ ആണ്. എന്നാൽ ബ്രയോഫൈറ്റ്സിലും ഫേൺസിലുമൊക്കെ ബയോഫൈറ്റ്സ്, ഫേൺസ്, ആൽഗെ എന്നിവയിൽ ഇത് ട്രൂ ആണ്, ഈ എപ്പിക്കൽ സെൽ തിയറി. പക്ഷേ ആൻജിയോസ്പേംസിലൊന്നും ഇത് ട്രൂ അല്ല. ഇനി ഈ സിംഗിൾ സെൽസ് സിറ്റുവേറ്റഡ് ഇൻ ദി അപ്പെക്സിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഈ സിംഗിൾ സെൽസാണ് റെസ്പോൺസിബിൾ ഫോർ ദി ലേയിങ് ഡൗൺ ഓഫ് ദി പ്രൈമറി ടിഷ്യൂസ് എന്ന് പറയുന്നുണ്ട്. ഇനി ചില ബൊട്ടാണിസ്റ്റ് ഇത് ബിലീവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സിംഗിൾ സോൾട്ടറി സെൽസിൽ നിന്നാണ് ഇതുപോലെ ഡിഫറൻഷിയേഷൻ നടന്ന് ഹയർ പ്ലാന്റ്സ് ഉണ്ടാവുന്നതെന്ന്. ഹയർ പ്ലാന്റ്സിലും ഇത് പ്രസൻ്റ് ആണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. സെവറൽ സെൽസ് ഓക്യുപ്പൈ ദ അപ്പെക്സ് ഓഫ് ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിലും ജിംനോസ്പേംസിലും ഒക്കെ സെവറൽ സെൽസ് ഈ നമ്മളെ അപ്പെക്സിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിയറി ഹയർ പ്ലാന്റ്സിൽ ആപ്ലിക്കബിൾ അല്ല. അതാണ് ഇതിൻ്റെ ഫെയിലുവർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിക്കൽ സെൽ തിയറിയിൽ അത്രേ ഓർക്കാവുള്ളൂ. നമ്മൾ ഓർക്കണം, ഒരു സിംഗിൾ സോൾട്ടറി സെൽസിൽ നിന്നാണ് പ്രൈമറി സെൽ ടിഷ്യൂസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആൽഗേസിലൊക്കെ ഇത് ട്രൂ ആണ്. നെക്സ്റ്റ് തിയറി എന്ന് പറയുമ്പോൾ ഹിസ്റ്റോജൻ തിയറിയാണ്. ഹിസ്റ്റോജൻ തിയറി പുട്ട് ഫോർവേഡ് ബൈ ഹാൻസ്റ്റൈനാണ്. 1817 ഈ തിയറി പറയുന്നത്. ഇത് എപ്പിക്കൽ തിയറി റീപ്ലേസ് ചെയ്ത് വന്ന തിയറിയാണ്. ഈ തിയറി ബേസ് ചെയ്ത് പറയുമ്പോൾ റൂട്ട് ആൻഡ് ഷൂട്ട് അപ്പെക്സിൽ ഗ്രൂപ്പ് ഓഫ് ഇനിഷ്യൽസ് ആണ്, അതായത് സിംഗിൾ സെല്ലിന് ഒപ്പോസ് ചെയ്ത് കാണപ്പെടുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഇനിഷ്യൽസ് ആണ് ഇവയുടെയൊക്കെ ഗ്രോത്തിനും ഡിഫറൻഷിയേറ്റിനും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഇനിഷ്യൽസ് 3 ഡിഫറൻറ്റ് സോൺസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഡിസ്റ്റിങ്ക്ട്ലി സെപ്പറേറ്റഡ് ഇൻറ്റു 3 ഡിഫറൻറ്റ് സോൺസ്. അപ്പോൾ അത് ഏതൊക്കെയെന്ന് ഓർത്ത് നോക്കണം. ഈച്ച് സോൺസ് കൺസിസ്റ്റ് ഓഫ് എ ഇനിഷ്യൽ ആൻഡ് ഈസ് കാൾഡ് ഹിസ്റ്റോജൻ. ഓരോ സോൺസിലും ഹിസ്റ്റോജൻ എന്ന് പറയുന്ന ഒരു ഇനിഷ്യലുണ്ട്. നമ്മൾ ഈ ഹിസ്റ്റോജൻ എടുക്കുകയാണെങ്കിൽ ഹിസ്റ്റോജന് 3 പാർട്ട്: ഡെർമറ്റോജൻ, പെരിബ്ലം ആൻഡ് പ്ലിയൂറോം. ഡെർമറ്റോജൻ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് യൂണിസീറേറ്റ് ലെയറാണ്. ഡെർമറ്റോജൻ ഈസ് ദി ഔട്ടർ മോസ്റ്റ് യൂണിസീറേറ്റ് ലെയറാണ്. ഡിവൈഡ് ഓൺലി ആൻറ്റി ക്ലിനിക്കലി. ഇവ ആൻറ്റി ക്ലിനിക്കലി മാത്രമേ ഡിവൈഡ് ചെയ്യുള്ളൂ. ഫോം എപ്പിഡെർമസ് ഓൺ ലെയേർഡ്. എപ്പിഡെർമിസ് ഫോം ചെയ്യുന്നു. ഇനി പെരിബ്ലം നോക്കുകയാണെങ്കിൽ ഇവ ഡെർമറ്റോജൻ നെക്സ്റ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. മാസ് ഓഫ് ഐസോഡയമെട്രിക് സെൽസ് കാണപ്പെടുന്നുണ്ട്. ഇത് കോർട്ടെക്സ് ഗീവ് ചെയ്യുന്നു. ഇനി തേർഡ് പാർട്ടാണ് പ്ലിയൂറോം എന്ന് പറയുന്നത്. ഇത് മാസീവ് സെൻട്രൽ കോറാണ്. സെൽ എക്സ്റ്റെൻഡഡ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലാണ് സെൽസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഒരു സെൻട്രൽ സിലിണ്ട്രിക്കൽ സ്റ്റീലൊക്കെ തരുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡ്സ് ആർ കാൾഡ് പ്രോക്യാമ്പിയൽ സ്ട്രാൻഡ്. പ്രോക്യാമ്പിയൽ സ്ട്രാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രാൻഡ് ഇവിടെ ഉണ്ട്. സ്റ്റീൽ എന്ന് പറയുന്നത് പ്രൈമറി വാസ്കുലർ ടിഷ്യൂസ്, പിത്ത്, മെഡിലറി റേസ്, പെരിസൈക്കിൾ ഇവയൊക്കെ തരുന്നു. മോണോകോട്സിൽ സ്ട്രാൻഡ്സ്
കംപ്ലീറ്റ്ലി യൂസ്ഡ് ഇൻ വാസ്കുലാർ ടിഷ്യൂ ഫോർമേഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡൈക്കോട്ട് ലാംബോ പ്രോക്യാമ്പിയം ഫങ്ഷനസ് ഫാസിക്കുലർ കേമ്പിയം ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹിസ്റ്റോജൻ തിയറിയെ പറ്റി പറയാനുള്ളത്. ഇനി ട്യൂണിക്ക കോർപ്പസ് തിയറി നോക്കുകയാണെങ്കിൽ ഇത് ഷ്മിത്താണ് പ്രപ്പോസ് ചെയ്തത്. ഇത് ഷൂട്ട് അപ്പെക്സിലെ മാത്രമേ പറ്റുന്നുള്ളൂ. ഈ തിയറി ബേസ് ചെയ്തിട്ട് 2 ഡിസ്റ്റിങ്ക്റ്റ് സോൺസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ഔട്ടർ ട്യൂണിക്കയും ഇന്നർ കോർപ്പസും. ട്യൂണിക്ക എന്ന് പറയുന്നത് സെൻട്രൽ കോർപ്പസ് വെച്ച് സറൗണ്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ട്യൂണിക്ക സെൽസ് സ്മാളറാണ്, കോർപ്പസ് സെൽസിനേക്കാളും സ്മാളറാണെന്ന് പറയുന്നുണ്ട്. ട്യൂണിക്ക സെൽസ് ഡിവൈഡ് ആൻറ്റി ക്ലിനിക്കലി ആയിട്ടാണ് ഈ ട്യൂണിക്ക സെൽസ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ തിയറി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു, റൂട്ടിന് ഇതല്ല. അപ്പം ഇതാണ് നമ്മുടെ ട്യൂണിക്ക തിയറിയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ, താങ്ക് യു.